നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം വളരെ ലളിതമാണ്. പക്ഷേ അതിൻ്റെ ഉത്തരം അത്ര ലളിതമല്ല. നിങ്ങൾ ഒരു വിവാഹ ചടങ്ങിലോ ബസ്സിലോ ഓഫീസിലോ ക്ഷേത്രത്തിലോ പള്ളിയിലോ ആശുപത്രിയിലോ ആദ്യമായി ഒരാളെ കണ്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കൂ. ആ വ്യക്തി നിങ്ങളോട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. അവൻ്റെ പേര് പോലും നിങ്ങൾക്കറിയില്ല. എന്നിട്ടും നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ചിന്ത വരുന്നു. ഇയാൾ വളരെ നല്ല ആളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇയാളെ എന്തോ വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നൊരു ചിന്തയായിരിക്കും വരിക. ഇങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? മിക്ക ആളുകളും അതെ എന്നായിരിക്കും ഉത്തരം പറയുക. ഇവിടെയാണ് ഒരു വലിയ ചോദ്യം ഉയരുന്നത്. ഒരു മനുഷ്യനെക്കുറിച്ച് ഒന്നും അറിയാതെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മനസ്സ് എങ്ങനെ ഒരു വിധി പറയുന്നു? അത് യഥാർത്ഥത്തിൽ ശരിയായ തീരുമാനമാണോ, അതോ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു കുറുക്കു വഴിയാണോ? മനഃശാസ്ത്രം പറയുന്നത് മനുഷ്യൻ്റെ തലച്ചോർ അതിശയകരമായ വേഗത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ്. ചില പഠനങ്ങൾ പ്രകാരം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആദ്യ മതിപ്പ് രൂപപ്പെടാം. ആ ആദ്യ മതിപ്പ് പിന്നീട് ആ വ്യക്തിയെ കാണുന്ന രീതിയെയും സ്വാധീനിച്ചേക്കാം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആദ്യ കാഴ്ചയിൽ തന്നെ ഇയാളെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ എന്തോ ഒരു വിശ്വാസം തോന്നി. അല്ലെങ്കിൽ ആദ്യ ദിവസം തന്നെ എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നില്ല. ഇത് വെറും വികാരമല്ല. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ വളരെ പഴക്കമുള്ള ഒരു മനഃശാസ്ത്ര സംവിധാനമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതാണ്. നമ്മുടെ തലച്ചോർ എങ്ങനെ ആളുകളെ വിലയിരുത്തുന്നു, എന്തുകൊണ്ട് ചിലരെ നിമിഷങ്ങൾക്കുള്ളിൽ ഇഷ്ടപ്പെടുന്നു, എന്തുകൊണ്ട് ചിലരെ ഒരു കാരണവുമില്ലാതെ അകറ്റി നിർത്തുന്നു, നമ്മുടെ ഈ തീരുമാനങ്ങൾ എത്രത്തോളം ശരിയാണ്. ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്ന സമയത്ത് നിങ്ങൾ ആളുകളെ കാണുന്ന രീതിയിൽ തന്നെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. നമുക്കിതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ തലച്ചോർ എന്തുകൊണ്ട് ഇത്ര വേഗത്തിൽ തീരുമാനമെടുക്കുന്നു? ഇതിന് ഉത്തരം കണ്ടെത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക് പോകണം. ഇന്ന് നാം സുരക്ഷിതമായ വീടുകളിലും നഗരങ്ങളിലും ജീവിക്കുന്നു. പക്ഷേ മനുഷ്യൻ എല്ലായ്പ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. ഒരു കാലത്ത് മനുഷ്യൻ കാടുകളിലായിരുന്നു ജീവിച്ചിരുന്നത്. അവിടെ ഓരോ ദിവസവും ജീവൻ രക്ഷിക്കേണ്ട ഒരു പോരാട്ടമുണ്ടായിരുന്നു. കാട്ടിലൂടെ നടക്കുമ്പോൾ ദൂരത്ത് ഒരാളെ കണ്ടു എന്ന് കരുതൂ. അപ്പോൾ ആ വ്യക്തി സുഹൃത്താണോ, ശത്രുവാണോ, കവർച്ചക്കാരനാണോ, അതോ സ്വന്തം കൂട്ടത്തിലെ ആളാണോ? ഇത് തീരുമാനിക്കുവാൻ 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു തെറ്റായ തീരുമാനം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുവാൻ കാരണമായേക്കാം. അതുകൊണ്ടാണ് മനുഷ്യന്റെ തലച്ചോർ ഒരു അതിവേഗ സംവിധാനം വികസിപ്പിച്ചത്. വെറും നിമിഷങ്ങൾക്കുള്ളിൽ അപകട സാധ്യത വിലയിരുത്തുന്ന ഒരു സംവിധാനം. ഈ സംവിധാനം ഇന്നും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ കാട്ടിലല്ല. എങ്കിലും നമ്മുടെ തലച്ചോർ ഇപ്പോഴും അതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് ഉടൻ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇയാളെ വിശ്വസിക്കാമോ? ഇയാൾ അപകടകാരിയാണോ? ഇയാൾ സൗഹൃദപരനാണോ? ഇയാൾ എന്നെ ബഹുമാനിക്കുമോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ബോധപൂർവം ചോദിക്കുന്നില്ല. പക്ഷേ നമ്മുടെ തലച്ചോർ അത് നിശബ്ദമായി ചെയ്യുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ രാത്രി ഒറ്റയ്ക്ക് ഒരു വഴിയിലൂടെ നടക്കുകയാണ്. മുന്നിൽ നിന്ന് ഒരാൾ വരുന്നു. അയാൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും നിങ്ങൾ അവൻ്റെ മുഖം ശ്രദ്ധിക്കും, നടക്കുന്ന രീതി ശ്രദ്ധിക്കും, കണ്ണുകളുടെ ചലനം ശ്രദ്ധിക്കും, ശരീരഭാഷ ശ്രദ്ധിക്കും. നിങ്ങൾ അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നിങ്ങളുടെ തലച്ചോർ സുരക്ഷയ്ക്കായി വിവരങ്ങൾ ശേഖരിക്കുകയാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. ഒരു പുതിയ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നു. ആദ്യ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ചില വിദ്യാർത്ഥികൾ പറയും, ഇദ്ദേഹം കർശനക്കാരനാണ്. മറ്റു ചിലർ പറയും, ഇദ്ദേഹം നല്ലൊരാളാണെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ അധ്യാപകൻ ഇതുവരെ പഠിപ്പിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. എന്നാൽ ആദ്യ മതിപ്പ്
ഇതിനകം രൂപപ്പെട്ടു കഴിഞ്ഞു. അതാണ് മനുഷ്യന്റെ തലച്ചോറിന്റെ അത്ഭുതകരമായ കഴിവ്. എന്നാൽ ഇതേ കഴിവ് പലപ്പോഴും വലിയ തെറ്റുകൾക്കും കാരണമാകുന്നു. കാരണം ആദ്യ മതിപ്പ് എല്ലായ്പ്പോഴും സത്യമാകണമെന്നില്ല. ഒരു പുസ്തകത്തിന്റെ പുറം ചട്ട നോക്കി അതിലെ കഥ തീരുമാനിക്കുന്നത് പോലെയാണ് അത്. ചിലപ്പോൾ ശരിയായിരിക്കാം, പലപ്പോഴും നമ്മുടെ അനുമാനം തെറ്റുമായിരിക്കാം. അതിനാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം ഇതാണ്: ആദ്യ കാഴ്ചയിൽ തോന്നുന്ന വികാരം ഒരു സൂചന മാത്രമാണ്, അത് തെളിവല്ല. ഈ കാര്യം മനസ്സിലാക്കിയാൽ നമ്മൾ മറ്റുള്ളവരെ കൂടുതൽ നീതിയോടെയും ക്ഷമയോടെയും കാണാൻ തുടങ്ങും. ഇനി നമുക്ക് രണ്ടാം ഭാഗം നോക്കാം. തിൻ സ്ലൈസിംഗ് എന്നാണ് ഇതിനെ പറയുക. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ തലച്ചോർ എങ്ങനെ ഒരാളെ വിലയിരുത്തുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. ഇനി ഒരു ചെറിയ പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാം. നിങ്ങൾ ഒരു ഓഫീസിലേക്ക് ജോലിക്കായി പോകുന്നു എന്ന് കരുതുക. റിസപ്ഷനിൽ ഒരാളിരിക്കുന്നുണ്ട്. അയാളെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അയാൾ നിങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു, നിവർന്നിരിക്കുന്നു, വൃത്തിയായ വസ്ത്രം ധരിച്ചിരിക്കുന്നു, വ്യക്തമായി സംസാരിക്കുന്നു. ഇത്രമാത്രം കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വളരാൻ സാധ്യതയുണ്ട്. ഇയാൾ നല്ല ആളാണെന്ന് തോന്നുന്നല്ലോ. ഇപ്പോൾ മറ്റൊരു സാഹചര്യം നമുക്ക് ചിന്തിച്ചു നോക്കാം. അതേ ഓഫീസിൽ മറ്റൊരു വ്യക്തി ഇരിക്കുന്നു. അയാൾ മുഖം ചുളിച്ചിരിക്കുന്നു. കണ്ണിൽ നോക്കാതെയാണ് അയാൾ സംസാരിക്കുന്നത്. അലക്ഷ്യമായ രീതിയിൽ ഇദ്ദേഹം മറുപടി പറയുന്നുമുണ്ട്. നിങ്ങളുടെ മനസ്സ് ഉടനെ പറയാൻ തുടങ്ങും, ഇയാൾക്ക് വലിയ അഹങ്കാരമാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ഈ രണ്ട് വ്യക്തികളെക്കുറിച്ചും യാതൊരു വിവരവുമില്ല. അയാളുടെ വിദ്യാഭ്യാസം അറിയില്ല, സ്വഭാവം അറിയില്ല, ജീവിത രീതി പോലും അറിയില്ല. എന്നിട്ട് നിങ്ങൾ ഒരു നിഗമനത്തിലെത്തി. ഇതാണ് മനഃശാസ്ത്രത്തിൽ തിൻ സ്ലൈസിംഗ് എന്ന് അറിയപ്പെടുന്ന പ്രതിഭാസം. വളരെ ചെറിയ വിവരങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മുടെ തലച്ചോറിൻ്റെ കഴിവാണിത്. ഇത് വെറും ഒരു അഭിപ്രായമല്ല. നിരവധി മനഃശാസ്ത്ര ഗവേഷണങ്ങൾ കാണിച്ചിരിക്കുന്നത് വളരെ ചെറിയ സമയം മാത്രം ഒരാളെ നിരീക്ഷിച്ചാലും ആളുകൾ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ശക്തമായ നിഗമനങ്ങൾ രൂപപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അവയിൽ ചിലത് ശരിയായിരിക്കാം, പക്ഷെ പലപ്പോഴും അവ തെറ്റുമായിരിക്കാം. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം നമ്മുടെ തലച്ചോറിന് എല്ലാ വിവരങ്ങളും വിശകലനം ചെയ്യാൻ എപ്പോഴും സമയമില്ല. അതിനാൽ അത് ഒരു കുറുക്കുവഴി സ്വീകരിക്കുന്നു. അത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഈ വ്യക്തി എങ്ങനെയായിരിക്കാം? ഇയാളെ വിശ്വസിക്കാമോ? ഇയാളോട് സംസാരിക്കുന്നത് സുരക്ഷിതമാണോ? ഈ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ തെളിവുകൾ ലഭിക്കാതെ തന്നെ തലച്ചോർ ഒരു ഉത്തരമുണ്ടാക്കുന്നു. അതാണ് തിൻ സ്ലൈസിംഗ്. ഒരു വിവാഹവേദിയിലെ അനുഭവം നോക്കാം. നിങ്ങൾ ആദ്യമായി ഒരു കുടുംബത്തെ കാണുന്നു. അവരിൽ ഒരാൾ എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, മുതിർന്നവരെ ആദരിക്കുന്നു, കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറുന്നു. നിങ്ങൾ ഉടനെ ചിന്തിക്കും, ഇയാൾ വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ നിങ്ങൾ കണ്ടത് വെറും 5 മിനിറ്റാണ്. ആ 5 മിനിറ്റിൽ ഒരാളുടെ മുഴുവൻ സ്വഭാവവും മനസ്സിലാക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ വേഗത്തിൽ വിശ്വസിക്കുന്നത്? കാരണം അത് ചെറിയ സൂചനകളെ വലിയ ചിത്രങ്ങളാക്കി മാറ്റുന്നു. ഇതാണ് പല തെറ്റിദ്ധാരണകൾക്കും കാരണം. ഒരു അധ്യാപകൻ ആദ്യ ദിവസം കർശനമായി സംസാരിച്ചാൽ വിദ്യാർത്ഥികൾ പലപ്പോഴും അദ്ദേഹം കടുപ്പക്കാരനാണെന്ന് കരുതും. മാസങ്ങൾ കഴിഞ്ഞ് മാത്രമേ അവർ മനസ്സിലാക്കൂ അദ്ദേഹം കർക്കശക്കാരനല്ല എന്ന്. മറിച്ച് വിദ്യാർത്ഥികളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നും അവർക്കപ്പോൾ ചിലപ്പോൾ തോന്നിയേക്കാം. അതുപോലെ വളരെ മധുരമായി സംസാരിക്കുന്ന ഒരാൾ പിന്നീട് വിശ്വാസവഞ്ചന നടത്തുന്നതും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതിനാൽ ആദ്യ കാഴ്ചയിൽ ലഭിക്കുന്ന മതിപ്പ് അവസാന സത്യമല്ല. അത് നമ്മുടെ തലച്ചോർ വളരെ വേഗത്തിൽ തയ്യാറാക്കുന്ന ഒരു പ്രാഥമിക കരട്, അതായത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് മാത്രമാണ്. ജീവിതത്തിൽ നാം ചെയ്യുന്ന വലിയ തെറ്റുകളിലൊന്ന് ആ കരടിനെ തന്നെ അന്തിമ വിധിയായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ പുതിയ ഒരാളെ കാണുമ്പോൾ ആദ്യ മതിപ്പ് ശ്രദ്ധിക്കുക. പക്ഷേ അതിനെ മാത്രം ആശ്രയിച്ച് ഒരാളുടെ സ്വഭാവം തീരുമാനിക്കരുത്. ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ സമയം വേണം, സംസാരിക്കണം. അവൻ
വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് കാണണം. അപ്പോഴാണ് യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാകുന്നത്.